ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ഈ ചാനലിൽ ട്രാവൽ, കുക്കിംഗ്, പിന്നെ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള റിവ്യൂസ് ആയിരിക്കും. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലായ ABC ലവ് ടു എക്സ്പ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും. ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ, സോൾട്ട്, കോൺഫ്ലവർ, ഓയിലാണ് വേണ്ടത്. ചാനലിലേക്ക് ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്ക്, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞു മക്കൾക്കും എല്ലാം വലിയ ഇഷ്ടപ്പെടും. കുഞ്ഞു മക്കൾക്കൊന്നുമല്ല, സാധാരണ വലിയ ആൾക്കാർക്കും വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഏകദേശം ഒരു 2 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. ഞാൻ ഇത് തൽക്കാലത്തേക്ക് മാത്രമല്ല, കുറച്ചേറെ ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഇതെല്ലാം ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ പെട്ടെന്ന് ഭയങ്കര ഒത്തിരി തൊലിയൊന്നും പോകത്തില്ല. അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് വെള്ളത്തിലിട്ട് നമുക്കിതങ്ങ് ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ 2 കിലോ ഉരുളക്കിഴങ്ങ് ഫുള്ള് പീൽ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് കഴുകി അങ്ങ് എടുക്കാം. മാക്സിമം ഇതിൻ്റെ സ്ക്രാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്മൂത്തായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം ഇതെല്ലാം നീറ്റായിട്ട് നമ്മൾ കഴുകിയെടുത്തു. വെള്ളത്തിൽ അഴുക്കൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നല്ല തെളി വെള്ളത്തിൽ കഴുകിയെടുത്തെന്ന് പറയാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കട്ടിക്ക് തന്നെ ഇപ്പം നമുക്കത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. ഞാൻ അടുത്തുനിന്ന് കാണിക്കുക. ഈ സൈസിന് നമുക്ക് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മാക്സിമം ഈ ഒരു ലെങ്ത്തിലാണ് വെട്ടിയെടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇനിയിപ്പം ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫ്രൈക്കുള്ള ഉരുളക്കിഴങ്ങ് മുഴുവൻ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്കൊരു ഈ കട്ടിയെ വരാവും. ഈ കട്ടിയുടെ ഇതിൽ നീറ്റായിട്ട് ലെന്ത് ഇതിൻ്റെ മേടി വരുന്ന അത്രയും നിറച്ച് ഇത് ഒരു 1/2 hour വെക്കുക. അപ്പം ഇപ്പം ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ച ഫ്രൈസ് ആണെങ്കിൽ നമ്മൾ കഴുകി എടുക്കാം കേട്ടോ. കുറഞ്ഞതൊരു 5-6 പ്രാവശ്യം നീറ്റായിട്ട് കഴുകിയാലേ അതിനകത്തുള്ള ആ സ്ക്രാച്ച് അങ്ങ് മാറിക്കിട്ടത്തുള്ളൂ. നമുക്ക് അതിനകത്തോട്ട് ആ ഉരുളക്കിഴങ്ങും വെള്ളം കൂടി ഒഴിക്കാമേ. ഈ ഉരുളക്കിഴങ്ങ് ഏകദേശം 2 കിലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏകദേശം 45 മിനിറ്റ്സോളം ഇത് കുതിർക്കാൻ വെച്ചത്, ആ സ്ക്രാച്ച് മാറാൻ വേണ്ടി. ഇപ്പോൾ 1-2 ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സൊക്കെ, 20 മിനിറ്റ്സ് പോലും വേണ്ട. ഇപ്പം നമുക്കൊരു വൈകിട്ടത്തേക്കൊരു 4-5 എണ്ണമൊക്കെ ആണെങ്കിൽ 1/2 hour മതി. നന്നായിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കാവുന്ന രീതിക്ക് വെള്ളം വെച്ച് ഇതിനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടുക. ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് വെച്ചാൽ നല്ലത്. അപ്പോൾ ആ ഒരു ചെറിയ ടേസ്റ്റ് കാണും. നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല സൂപ്പറായി. ജസ്റ്റ് ഒന്ന്
ചെയ്ത് നോക്ക്. നല്ല സൂപ്പറായ. ഇനിയിപ്പം നമുക്കിതങ്ങ് ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളം എല്ലാം ഊറ്റിയിട്ട് ബാലൻസ് ഇത്തിരി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരാൻ വേണ്ടിയാണ് ഞാൻ കിഴത്തിയുള്ള പാത്രത്തിൽ വെച്ചിരിക്കുക. ഒരു 5-10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഇനി ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്കൊരു മുറത്തിനെ മണ്ടവെച്ച് ഇട്ടിട്ട് ഇതിനകത്തോട്ട് കുടഞ്ഞിടാം കേട്ടോ. നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാമേ. പൊട്ടറ്റോ എല്ലാം ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയെന്ന് കണ്ട് ഇത് നമുക്ക് ഫീലാകുമ്പോൾ ഇതിനകത്ത് ഒരു വെള്ളമയമുണ്ട്. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വെള്ളം ഇല്ലയെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കിനി ഇതിൻ്റെ മണ്ടവശത്ത് കോൺഫ്ലവറൊക്കെ ഇട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയ പൊട്ടറ്റോസാണ് ഞാനിതിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ബേക്കേഴ്സിൻ്റെ കോൺഫ്ലവറാണ്. ഇതിൻ്റെ പ്രൈസ് 28 rupees. സോ നമുക്കിത് നല്ലൊരു സാധനമാണ്. ഞാൻ പലപ്പോഴും പലതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടതൊരു ചെറിയ ഇതുപോലെ വീതിയുള്ള അരിപ്പയാണ് വേണ്ടത്. സോ നമ്മൾ കാണിച്ചത് ഹെൽപ്പിനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊന്ന് നമ്മളൊന്നിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടിയല്ലേ മിക്സാകാൻ വേണ്ടി നന്നായിട്ടൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മിക്സാകും. അപ്പോൾ ഇത് നന്നായിട്ട് അതിനകത്ത് ഫുൾ മിക്സായതാണ്. നമുക്കിനി ഒരു അരമണിക്കൂർ ഫ്രീസറിലൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരിത് കോൺസിസ്റ്റൻസി കാണിക്കുക. നല്ല തിക്കാവും. ഇത് നല്ല സോഫ്റ്റാണ്. കുറച്ച് ഒരു ഹാഫ് ആൻ അവർ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായി കിട്ടും. ഞാനിത് ഫുള്ള് കോൺഫ്ലവർ ഇട്ട് നീറ്റായിട്ട് ക്ലിയറായിട്ട് നല്ല സോഫ്റ്റായി നല്ല സ്മൂത്തായി ഇതെല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. സോ നമുക്കിനി ഇതൊരു ബോക്സിലാക്കി സെപ്പറേറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഞാൻ എൻ്റെ മോന് വേണ്ടി ഇപ്പോൾ എടുത്തതാണ്. ഇത് ഫ്രൈ ചെയ്ത് ഞാൻ കാണിക്കാം. ഇതൊരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീസറിൽ എടുക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ വെളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വെളിയിൽ വെച്ച ശേഷം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇതൊരു കവറിനകത്തിട്ട് ഫില്ല് ചെയ്ത് എയർ ടൈറ്റ് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുക. സോ ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ് പൊട്ടറ്റോ ഫ്രൈസ്. ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം ബാക്കി. അതെ, അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. പിന്നീടുള്ള വീഡിയോസിൽ അത് ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ടേക്ക് കെയർ. എല്ലാവരും സേഫായി വീട്ടിലിരിക്കുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുവരെ ABC ലവ് ടു എക്സ്പ്ലോർ. ബൈ.